ഈ പ്രാവശ്യം കഴിഞ്ഞ RRB ഗ്രൂപ്പ് ഡി എക്സാമിൽ മാത്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2025 നവംബർ മാസം 27 ഫസ്റ്റ് ഷിഫ്റ്റിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആൻ ആർട്ടിക്കിൾ വാസ് ബോട്ട് ഫോർ 8,900. Its price was marked up by 40%. Thereafter, it was sold at a discount of 5% on the marked price. What was the profit percentage on the transaction? ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു കടക്കാരൻ ഒരു ബുക്ക് വാങ്ങിച്ച് അയാൾക്ക് അയാളുടെ കടയിൽ കൊണ്ടുവന്ന് ആ ബുക്ക് തിരിച്ചു വിൽക്കണം. അയാൾ വാങ്ങിയ തുക 20 രൂപയാണ്. ഒരു ബുക്ക് വാങ്ങിച്ചു, ആ ബുക്ക് അയാൾ വാങ്ങിച്ചത് 20 രൂപയ്ക്കാണ്. അപ്പൊ അയാൾ വാങ്ങിയ വില നമ്മൾ എന്തോ പറയുന്നേ, കോസ്റ്റ് പ്രൈസ് എന്ന് പറയും. എന്നിട്ട് അയാൾ എന്ത് ചെയ്ത് ആ 20 രൂപ കൂട്ടിക്കാണിച്ചു. ഒരു കസ്റ്റമർ വന്ന് അയാളുടെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന്റെ വില ഒരു 30 രൂപയാക്കി കൂട്ടിക്കാണിച്ചു. 10 രൂപ കൂട്ടി, 20-ന് 10 കൂട്ടി 30 ആക്കി കാണിച്ചു. അപ്പൊ കസ്റ്റമർ വരുമ്പോ ആ ബുക്കിന്റെ വില എത്രയായിട്ടാ കാണുന്നത്? 30 രൂപയായിട്ട്. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് മാർക്കഡ് പ്രൈസ്. അയാൾ വാങ്ങിയത് കോസ്റ്റ് പ്രൈസ്, എന്നിട്ട് അയാൾ കൂട്ടിക്കാണിച്ചത് മാർക്കഡ് പ്രൈസ്. എന്നിട്ട് എന്ത് ചെയ്ത് ഈ മാർക്കഡ് പ്രൈസിൽ അയാൾ ഡിസ്കൗണ്ട് കാണിച്ച്. ഡിസ്കൗണ്ട് എത്ര രൂപ? 5 രൂപ കുറച്ച് കാണിച്ചു. അപ്പൊ 30-ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 25. അപ്പൊ ഒരു കസ്റ്റമർ വന്ന് ബുക്ക് കണ്ടപ്പം 30 രൂപയാണ്, അയാൾ അതിന് ഡിസ്കൗണ്ട് ഇട്ടിരിക്കുന്നത് 5 രൂപ കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് 25 രൂപയ്ക്ക് കസ്റ്റമർ വന്ന് വാങ്ങി പോന്നു. അപ്പൊ ഈ കസ്റ്റമർ വാങ്ങുന്ന വിലയെ വിളിക്കുന്നതാണ് സോൾഡ് പ്രൈസ്. സോൾഡ് പ്രൈസ്. അപ്പൊ ഈ ടേംസ് ഒക്കെ നിങ്ങൾ ഓർത്തോ: കോസ്റ്റ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. അങ്ങനെ 3 ഇത്. അപ്പൊ നോക്കിക്കേ, യഥാർത്ഥത്തിൽ ഈ കടക്കാരന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്? അയാൾ വാങ്ങിയത് 20 രൂപയ്ക്കാണ്, പക്ഷെ അയാൾ ലാസ്റ്റ് അത് വിറ്റത് എത്ര രൂപയ്ക്കാ? 25 രൂപയ്ക്ക്. അപ്പൊ 5 രൂപ കൂടുതലല്ലേ അയാൾക്ക് കിട്ടിയത്? അപ്പൊ അയാൾക്ക് എന്താണ് അവിടെ കിട്ടിയത്? പ്രോഫിറ്റ്. പ്രോഫിറ്റ്, ലാഭമാണ് അയാൾക്ക് കിട്ടിയത്. എത്ര രൂപ ലാഭമാണ് കിട്ടിയത്? 5 രൂപ. അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ ചെയ്യുന്നത്. നമുക്കപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആൻ ആർട്ടിക്കിൾ വാസ് ബോട്ട് ഫോർ 8,900. അപ്പൊ ഒരാള് ഒരു സാധനം വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 8,900 രൂപയ്ക്ക്. അപ്പൊ 8,900 രൂപയ്ക്കാണ് ആ കച്ചവടക്കാരൻ സാധനം വാങ്ങിയത്. അതിനെ നമ്മൾ എങ്ങനെ വിളിക്കും? കോസ്റ്റ് പ്രൈസ് എന്ന് പറയും. എന്നിട്ട് അയാൾ എന്ത് ചെയ്ത് ആ വിലയെ മാർക്കഡ് അപ്പ് ബൈ 40%. അതായത് ഈ പൈസയെ അയാൾ 40% കൂട്ടിക്കാണിച്ചു, കൂടുതലായിട്ട് കാണിച്ചു. അപ്പൊ ഒരു കസ്റ്റമർ ചെല്ലുമ്പോൾ ആ വിലയെ നമ്മൾ പറയുന്നതാണ് മാർക്കഡ് പ്രൈസ്. ഇപ്പൊ ഒരു കസ്റ്റമർ ഒരു കടയിൽ ചെല്ലുക, അപ്പൊ അയാൾ ചെല്ലുമ്പോൾ ഏത് വിലയായിരിക്കും കാണുന്നത്? അയാൾ ആ സാധനത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന വിലയാണ് കാണിച്ചിരിക്കുന്നത്. മാർക്കഡ് പ്രൈസ് ആണ് നമ്മൾ എപ്പോഴും ചെല്ലുമ്പോൾ കാണുന്നത്. അപ്പൊ അയാൾക്ക് സത്യത്തിൽ ആ വിലക്കാണോ കിട്ടിയത്? അല്ല, ഈ കോസ്റ്റ് പ്രൈസിനാണ് കിട്ടിയത്. അതിൽ 40% കൂട്ടിക്കാണിച്ചു. കൂട്ടിക്കാണിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഈ പെർസെന്റേജ് എങ്ങനെ ചെയ്യുന്നത്? 8,900-ന്റെ 40% എന്ന് പറയുമ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. 8,900 മൈനസ് 40% അപ്പല്ലേ കാണിക്കുന്നേ, അപ്പം കൂട്ടിയല്ലേ കാണിക്കുന്നേ. അപ്പൊ പ്ലസ് 40/100 ഇൻറ്റു 8,900. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ടൈം എടുക്കും. അതിലും നല്ലത് 40% കൂട്ടി കാണിക്കുകയല്ലേ ചെയ്യുന്നേ. അപ്പൊ 100-ന്റെ 40 എന്ന് പറയുമ്പോൾ 140. 140/100 ഇൻറ്റു എന്തിന്റെ? ഈ കോസ്റ്റ് പ്രൈസിന് 40% കൂട്ടി കാണിച്ചു, 8,900. അപ്പൊ നമ്മൾ ഇനി ഇത് സോൾവ് ചെയ്യുക. അപ്പം 89 140 കൂടെ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്നതാണ് നമ്മളുടെ മാർക്കഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 140-യുടെ ഒരു 0 കൂടെ ഉണ്ട്. അപ്പൊ 12,460 എന്ന് കിട്ടി. അപ്പൊ മാർക്കറ്റ് പ്രൈസ് എന്താണ്? 12,460 എന്ന് കിട്ടി. ഇനി എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്?
thereafter it was sold at a discount of 5% on the market price. അണ്ട് കടക്കാരൻ എന്ത് ചെയ്ത്, അയാൾക്ക് കിട്ടിയത് 8,900-നാണ്. അണ്ട് അയാൾ 40% കൂട്ടി 12,460 വരെ കാണിച്ചു വെച്ചു. ഇപ്പൊ ഒരു കസ്റ്റമർ ചെല്ലുമ്പോൾ കാണുന്ന വില ഇതാണ്. നമ്മളൊക്കെ ചെല്ലുമ്പോൾ ഇത്രയും വലിയ വിലയാണെങ്കിൽ നമ്മൾ ആ സാധനം വാങ്ങുമോ? ഇല്ല. അപ്പൊ ഈ ബുദ്ധിയുള്ള കച്ചവടക്കാരൻ എന്ത് ചെയ്യും, അത് കുറച്ച് കാണിക്കും. അതിനൊരു ഡിസ്കൗണ്ട്, ഇതിന് ഇച്ചിരി ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറയും. അപ്പൊ അയാൾ എത്രയാണ് ഡിസ്കൗണ്ട് കാണിച്ചത്? 5%. അപ്പൊ 5% ഡിസ്കൗണ്ട് കാണിച്ചു. ആ ഡിസ്കൗണ്ട് ചെയ്തുള്ള കാണിക്കുന്ന വിലയാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ്. അയാൾ യഥാർത്ഥത്തിൽ വിൽക്കാൻ പോകുന്നത് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ SP എന്ന് ചുരുക്കി പറയാം. അപ്പൊ എന്തിന്റെ സെല്ലിംഗ് പ്രൈസ്? മാർക്കറ്റ് പ്രൈസിലാണ് 5% കുറച്ച് കാണിക്കും. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. മാർക്കറ്റ് പ്രൈസ് എത്രയാണ് ഇവിടെ? 12,460. അതിന്റെ 5% ഡിസ്കൗണ്ട് കൊടുത്തു അല്ലെ? മാർക്കറ്റ് പ്രൈസിൽ 5% ഡിസ്കൗണ്ട് കൊടുത്തു. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറെ ടൈം എടുക്കും. ഈ ഗവൺമെന്റ് എക്സാമുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ടൈം വളരെ കുറച്ചെടുത്ത് വേണം നമ്മൾ ചെയ്യാൻ. എളുപ്പ രീതികൾ വേണം ചെയ്യാൻ. അപ്പൊ 5% ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ 5% എന്ന് പറയുമ്പോൾ 95/100. 95. ഇപ്പൊ 5% കൂട്ടിയാ കാണിച്ചിരുന്നെങ്കിലോ 105/100. ആ രീതിയിൽ. അപ്പൊ 95/100 ഇൻറ്റു 12,460. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാം. 0 വെട്ടിപ്പോയി. ഇതിനെ തമ്മിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2, 5, 19 കിട്ടി. ഇനി 2ഉം ഇതും കൂടെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ 6, 2, 3. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക. 623 19 കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പം 7 2 20 2 54 56 623. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ കിട്ടി? 11,837 എന്ന് കിട്ടി. അപ്പൊ നോക്കിക്കേ, അയാൾ യഥാർത്ഥത്തിൽ ആ സാധനം വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 8,900 രൂപയ്ക്കാണ്. എന്നിട്ട് അയാൾ വിറ്റ വിലയോ 11,837 രൂപയ്ക്കാണ് വാങ്ങിയത്. സത്യത്തിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്? ഇതിൽ നിന്നും കൂടിയൊരു വിലക്കല്ലേ അയാൾ സെല് ചെയ്തിരിക്കുന്നത്. ഈ വില കോസ്റ്റ് പ്രൈസിൽ നിന്നും അയാൾ 40% കൂട്ടി കാണിച്ചു. അപ്പൊ കസ്റ്റമർ വരുമ്പോ കാണുന്ന ഈ വിലയാണ്. പക്ഷെ അതാരും വാങ്ങത്തില്ല, അയാൾക്ക് അറിയാതെ. അപ്പൊ അയാൾ എന്ത് ചെയ്ത്, അത് ഡിസ്കൗണ്ട് ചെയ്ത് കാണിച്ചു. ഡിസ്കൗണ്ട് ചെയ്തപ്പോഴും അയാൾക്ക് ലാഭം തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്നും വലിയൊരു വിലക്കാണ് അയാൾ കൊടുത്തിരുന്നത്. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ് കാണേണ്ടത്? വാട്ട് വാസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്, ലാഭ ശതമാനമാണ് കാണേണ്ടത്. അപ്പൊ അയാൾക്ക് പ്രോഫിറ്റ് അല്ലേ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് എങ്ങനെയാ കാണുന്നത്? നമ്മൾ വിറ്റ വിലയിൽ നിന്നും അയാൾ വാങ്ങിയ വില കുറച്ചാൽ മതി. SP മൈനസ് സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഞാൻ ഒരു ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഒരു ബുക്ക് വാങ്ങി അതിൽ എഴുതി വെക്കുക. അപ്പൊ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അപ്പൊ ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8,900 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് 9, ഇവിടെ 10, 2,937. ആൻസർ എത്ര കിട്ടി? 2,937. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളൊരു റെയിൽവേ എക്സാം എഴുതുമ്പോൾ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് എത്ര കിട്ടി? 2,937 കിട്ടി. പക്ഷെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഓപ്ഷനകത്ത് ആ ഒരു ആൻസർ കാണും. പെട്ടെന്ന് ചാടിയതെല്ലാം ക്ലിക്ക് ചെയ്യും. നമുക്ക് ആൻസർക്ക് വരുമ്പോൾ എന്താ? അത് നെഗറ്റീവാണ്, അത് റോങ് ആൻസർ ആയിട്ട് കാണും. അതിന്റെ കാരണം എന്താ? എപ്പോഴും നമ്മളെ അവർ കുഴപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഈ കിട്ടുന്ന ആൻസറൊക്കെ ഈ ഓപ്ഷൻസ് അകത്ത് കൊടുക്കും. ചില കുട്ടികൾ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് വായിക്കാതെ അത് ചാടി പിടിച്ചതങ്ങ് ക്ലിക്ക് ചെയ്യുകയും ആൻസർ തെറ്റിക്കുകയും മാർക്ക് കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടുന്ന ആൻസർ ക്വസ്റ്റ്യൻ അത് തന്നെയാണോ ചോദിച്ചിരിക്കുന്നത് ഒന്നും കൂടെ ഉറപ്പ് വരുത്തണം. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ ദ ട്രാൻസാക്ഷൻ? പ്രോഫിറ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്? അല്ല, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. പതിനൊന്നായിരത്തി 837 നമുക്ക് 8,900 കുറച്ചപ്പോ എത്ര കിട്ടി? 2,937 ആൻസർ കിട്ടി. അപ്പൊ പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്
പെർസെൻറ്റേജ് ഇൻറ്റു CP by 100. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു CP by 100. അപ്പോൾ നോക്കിക്കേ, പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 2937 കിട്ടി. പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് അവിടെ ഇടുക. CP എത്രയാണ്? 8900 by 100. അപ്പം ഈ 2 0 വെട്ടിപ്പോയി, ഈ 89 ഇങ്ങോട്ട് വരും. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര കിട്ടി? 2937 by 89 കിട്ടും. അത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് എത്രയാണ്? 33 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 33. 33% അയാൾക്ക് കിട്ടിയ ലാഭം. മനസ്സിലായോ? അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ? അപ്പോൾ ഇനിയും ഞാൻ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. റെയിൽവേ, ഗ്രൂപ്പ് ഡി, NTPC എക്സാമുകളിൽ നടന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. 2025ലെയും 2026ലെയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.